നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ജയസൂര്യൻ സാർ ചാനലിലേക്ക് സ്വാഗതം. ഒരുപാട് നമസ്കാരം സാർ. സാറിന്റെ ഒരുപാട് തിരക്കുകൾക്കിടയിൽ ജയസൂര്യൻ സാറെ ഞാൻ ഇരുത്തിക്കൊണ്ട് തന്നെ പുകഴ്ത്തുകയല്ല. കാരണം സാറ് സാധാരണ ചാനലുകാരെ ഒരു വിഷയം എടുത്തിട്ട് അതാണ് അതിഥികളായിട്ട് വരുന്ന ആളുകളോട് പറയാറ്. എന്റെയും സാറിന്റെയും കാര്യത്തിൽ ഞാൻ സാറിനോട് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, സാർ ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടോ സാറ്, കാരണം നമ്മളെക്കാൾ സെലക്റ്റീവ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ സാറ് കൊണ്ടുവരും എന്നുള്ള ആ ഒരു വിശ്വാസവും ആ ഒരു ആഗ്രഹവും കൊണ്ട് തന്നെ സാർ തന്നെയാണ് സബ്ജക്റ്റുകൾ സജസ്റ്റ് ചെയ്യാറ് പോലും. അത്രയും ഏത് സമയത്തും സാധാരണക്കാർക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള BJP-യിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് നേതാക്കന്മാരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ പോലും അതിൽ നമ്പർ 1 എന്ന് ചോദിച്ചാൽ ആരാണ് എന്നുള്ളത് ജയസൂര്യൻ സാറിന്റെ പേര് വസ്തുനിഷ്ഠമായിട്ട് പറയേണ്ടതുണ്ട്. സാർ ഒരുപാട് നന്ദിയുണ്ട് ഇത്തരത്തിൽ ചെറിയ ചെറിയ ചാനലുകളെ ഹെൽപ്പ് ചെയ്യുന്നതിൽ. കാരണം ഇന്ന് എല്ലാവരും ദൃശ്യ മാധ്യമങ്ങളിൽ ചാനൽ ചർച്ചകളിലായാലും മറ്റുള്ളതിലേക്ക് പോകുമ്പോൾ അതൊക്കെ സെലക്റ്റീവ് ആയിട്ട് മാത്രം പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അതെല്ലാ പാർട്ടികളിലും ഉണ്ട്. പക്ഷെ സാർ അത്തരത്തിൽ ഞാൻ അങ്ങനെ കാണാറില്ല. ചെറിയ ചാനലാണോ വലിയ ചാനലാണോ എന്ന് നോക്കാറില്ല. സബ്ജക്ട് ഏതാണോ, രാജ്യത്തിന് ഗുണം ചെയ്യുന്നതാണോ, രാജ്യത്തിനെ സംരക്ഷിച്ചു നിർത്തുന്നതാണോ, അത് നോക്കിക്കൊണ്ട് മാത്രം പോകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വലിയ സാദരം നമസ്കാരം സാർ. സാർ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക എന്ന് പറയുന്ന ഒരു വലിയേട്ടൻ. ഒരുപാട് കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ കുഞ്ഞുനാൾ മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ അമേരിക്ക അമേരിക്ക എന്നാണ് കേട്ട് കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവം എന്നുള്ളത്. എന്നാൽ ഇന്ന് നരേന്ദ്രമോദിജി അമേരിക്ക എന്ന് പറയുന്ന വലിയേട്ടൻ ഒരു കുന്തവും അല്ല. ഇവിടെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഭാരതം എന്ന് പറയുന്ന ലോക രാജ്യം എന്ന് തന്നെ പറയേണ്ട രീതിയിലേക്ക് ലോക നേതാവായി മാറിയുള്ള നരേന്ദ്രമോദിജി ഇന്നത് കാണിച്ചു കൊടുത്തു. അമേരിക്ക എന്ന് പറയുന്നത് വെറും ഒരു ജലകുമിളയാണ് എന്ന് കാണിച്ചു കൊടുത്തു. എങ്ങനെയാണ് സർ ഇനി ഈ അമേരിക്ക അമേരിക്ക ഇങ്ങനെ ഭാരതം മാറ്റി നിർത്തുന്നു, അതല്ലെങ്കിൽ ഭാരതത്തിനെതിരെ എക്സ്ട്രാ ഉപരോധമൊക്കെ ഏർപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അത് ഭാരതം എങ്ങനെ പ്രതിരോധിച്ചു എന്നുള്ളതും കണ്ടു. ഇനി എങ്ങനെയായിരിക്കും സാർ ഇന്നിപ്പോ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് കാലവും ശത്രുരാജ്യമായിരിക്കുമെന്ന് ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസുകളും ഒക്കെ ഇന്ന് മോദിജിയെ പരിഹസിച്ചുകൊണ്ട് ചൈന ഭാരത ആ ഒരു ഐക്യത്തെയൊക്കെ കണ്ടുകൊണ്ട് അതിന് പാരവയ്ക്കാൻ പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരു രാജ്യത്തെ സംബന്ധിച്ച് ആ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ കാലവും ശത്രു ഇല്ല എന്നുള്ളത് ചിന്തിക്കാനുള്ള മൂളയില്ലാത്തവന്മാരല്ല ഇവന്മാർ. പക്ഷെ കുത്തിത്തിരിപ്പാണ് ഇവരുടെ ലക്ഷ്യം എന്ന് നമ്മൾക്കറിയാം. എങ്ങനെയായിരിക്കും സാർ ഇനി ഒരു മൂന്നാം ശക്തി, അതല്ലെങ്കിൽ അടുത്ത ഒരു ശക്തി വരികയാണോ? എന്താണ് സൂചനകൾ സാർ നൽകുന്നത് ഇവർ? ബൈജു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ലോകക്രമത്തിൽ ഒരു മാറ്റം സംഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ തുടക്കം കുറിക്കാൻ ഭാരതത്തിന് അവസരം കിട്ടി എന്നുള്ളതും വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഈ ലോകക്രമം എങ്ങനെ ഇങ്ങനെ വന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് ചരിത്രം രാഷ്ട്രീയമൊക്കെ താല്പര്യമുള്ളവർക്ക് ഇഷ്ടപ്പെടുമെങ്കിലും അല്പം ഡ്രൈ സബ്ജക്റ്റ് ആണ്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതായത് 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം പാശ്ചാത്യ ശക്തികൾ, അതായത് യൂറോപ്യൻ ശക്തികൾ കപ്പലും ആ കപ്പലോട്ടവും വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചൈനക്കാര് വെടിക്കെട്ട് കണ്ടുപിടിച്ചു, വെടിമരുന്ന് ഉപയോഗിച്ച് വെടിക്കെട്ട് കണ്ടുപിടിച്ചു. അതേ വെടിമരുന്ന് യൂറോപ്പിൽ എത്തിയപ്പോൾ അവരത് പീരങ്കികളിൽ ഉപയോഗിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളെ കീഴടക്കാൻ ആരംഭിച്ചു. ചൈനക്കാർ പേപ്പർ കണ്ടുപിടിച്ച് അതിൽ എഴുതാൻ തുടങ്ങി. അതേ പേപ്പർ യൂറോപ്പിൽ എത്തിയപ്പോൾ ആ പേപ്പറിൽ ബൈബിൾ അച്ചടിച്ച് അത് ലോകരാജ്യങ്ങൾ മുഴുവൻ കൊണ്ടുപോയി. അതുപോലെ തന്നെയാണ് അച്ചടി വിദ്യ കണ്ടുപിടിച്ചു. ഈ അച്ചടി വിദ്യ ബാക്കി എല്ലായിടത്തും ആദ്യം ഉപയോഗിച്ചിരുന്നത് ശരീരത്തിൽ പൊട്ടുകുത്താൻ വേണ്ടിയും ദൈവങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടിയുമായിരുന്നു. പക്ഷെ ഇത് യൂറോപ്പിലെത്തിയപ്പോൾ അവരതുകൊണ്ട് ഡിക്ഷണറികൾ ഉണ്ടാക്കി ലോകത്തെ പല ഭാഷകൾ പഠിച്ച് ആ പ്രദേശങ്ങൾ കീഴടക്കാൻ വേണ്ടി ഉപയോഗിച്ചു. വടക്ക് നോക്കി യന്ത്രം കണ്ടുപിടിച്ചത് ഇന്ത്യയിലാണ്. പക്ഷേ ഇന്ത്യക്കാർ ഈ വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ചത് ക്ഷേത്രങ്ങൾക്കും വീടുകൾക്കും കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനം കണ്ടുപിടിക്കാൻ, വടക്കിന്റെ സ്ഥാനനിർണയത്തിന് വേണ്ടിയുമാണ്. എന്നാൽ നമ്മൾ അന്ന് ഈ കാര്യം കപ്പൽ ഓടിക്കാൻ വേണ്ടി ഉപയോഗിച്ച് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പോയി കച്ചവടവും ചെയ്തു. അങ്ങനെയാണ് ഇന്ത്യൻ കപ്പലുകൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ എത്തിച്ചേർന്നത്. അപ്പോൾ ഇന്ത്യൻ കപ്പലുകൾ ലോകരാജ്യങ്ങളിൽ എത്തിച്ചേരുമ്പോൾ അതില് സമ്പദ് സമൃദ്ധമായ ഉൽപ്പന്നങ്ങൾ കണ്ടിട്ട് കണ്ണു മഞ്ഞളിച്ചു പോയ യൂറോപ്പുകാരാണ് പിന്നെ ഇന്ത്യൻ കപ്പലുകളെ പിന്തുടർന്ന് ഇന്ത്യയിൽ എത്തിച്ചേരുന്നത്. ഇതാണ് ലോകത്തിന്റെ ആദ്യത്തെ രൂപപ്പെടുന്ന ചരിത്രം. ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ വലിയ രാജ്യമാണെന്നൊക്കെ തോന്നുമെങ്കിലും സത്യത്തിൽ നമ്മുടെ ഒരു സംസ്ഥാനത്തിന്റെ പോലും വലിപ്പമില്ലാത്ത ചെറിയ ജനസംഖ്യ മാത്രമുള്ള കടുത്ത ശൈത്യവും മഞ്ഞുവീഴ്ചയുമുള്ള ഊഷരഭൂമികളാണ്.
അതുകൊണ്ട് സസ്യശ്യാമള നിബിഡമായിട്ടുള്ള ഭാരതത്തെ പോലെ 3 നേരം ഭക്ഷണം ഉണ്ടാക്കാനൊന്നുമുള്ള കഴിവ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ കപ്പലിറക്കി വിദേശ രാജ്യങ്ങളിൽ പോയി ആ രാജ്യങ്ങളെ ചൂഷണം ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന സമ്പത്ത് കുമിഞ്ഞുകൂട്ടിയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ തടിച്ചു കൊഴുത്തത്. അങ്ങനെയാണ് കോളനി വൽക്കരണം ഉണ്ടാവുന്നത്. ഈ കോളനി വൽക്കരണത്തിലൂടെ സമ്പത്ത് സമ്പാദിക്കുന്ന രാജ്യങ്ങൾ പിന്നീട് തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിലേക്കും അധികാര വടംവലികളിലേക്കും മാറുമ്പോഴാണ് 1-ാം ലോകമഹായുദ്ധം ഉണ്ടാവുന്നത്. ഈ 1-ാം ലോകമഹായുദ്ധത്തിൽ പരാജയപ്പെട്ടവരെല്ലാം കൂടെ ഒന്നിച്ചുകൂടി 2-ാം ലോകമഹായുദ്ധത്തിൽ തിരിച്ചടിക്കുമ്പോഴാണ് 2-ാം ലോകമഹായുദ്ധം സംഭവിക്കുന്നത്. ഇങ്ങനെ 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ കഴിയുമ്പോൾ ഈ യുദ്ധത്തിൽ ജയിച്ചവരും പരാജയപ്പെട്ടവരുമായ യൂറോപ്പിലെയും അമേരിക്കയിലെയും രാജ്യങ്ങൾ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി. അതിന് കാരണം അവരുടെ കപ്പലുകളും വിമാനങ്ങളും നഷ്ടപ്പെട്ടു, അവരുടെ തുറമുഖങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടു, അവരുടെ വയലേലകളൊക്കെ കാർപ്പറ്റ് ബോംബിങ്ങിനകത്ത് തീ പിടിക്കപ്പെട്ടു, അവരുടെ കെട്ടിടങ്ങളെല്ലാം ഫാക്ടറികളെല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ പിന്നെ ഒന്ന് എന്ന് തുടങ്ങണം. ജയിച്ച രാജ്യവും തോറ്റ രാജ്യവും ഒരുപോലെയായി. ഏതായാലും അമേരിക്ക അന്ന് ചെയ്ത ഒരു കാര്യം, അവര് ഈ കോളനികളെ വീതം വെച്ചെടുക്കുന്നതിന് കൂടാതെ അവര് ചെയ്ത ഒരു കാര്യം, ആഗോള കറൻസിയായി അമേരിക്കൻ ഡോളറിനെ അംഗീകരിക്കണം എന്നുള്ള നിയമം അടിച്ചേൽപ്പിച്ചു. ജയിച്ച രാജ്യം പറയുന്നത് കേൾക്കാനല്ലാതെ മറ്റുള്ളവർക്ക് നിർവാഹമില്ലായിരുന്നു. അങ്ങനെയാണ് അമേരിക്കൻ ഡോളർ ആഗോള കറൻസിയായി മാറുന്നത്. അപ്പോൾ ഈ അമേരിക്കൻ ഡോളർ ഉപയോഗിച്ച് ലോകത്ത് എവിടെ എന്ത് വ്യാപാരം നടന്നാലും ലാഭം, അതിന്റെ ഒരു വിഹിതം അമേരിക്കയ്ക്ക് ലഭിക്കും. കാരണം കറൻസിയുടെ കൈമാറ്റത്തിൽ കൂടി കിട്ടുന്ന വരുമാനം അത്ര വലുതായിരുന്നു. ഇങ്ങനെ അമേരിക്ക ലോക പോലീസായി, ഇഷ്ടം പോലെ സമ്പത്തായി, ആയുധമായി, അധികാരമായി, ഈ അമേരിക്കൻ ഡോളറിന്റെ നിയന്ത്രണവുമായി. ഈ പശ്ചാത്തലത്തിൽ നിന്ന് വേണം നമ്മൾ ഈ വിഷയത്തെ പരിശോധിക്കാൻ. അങ്ങനെ അമേരിക്കയെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ചോദ്യം ചെയ്താൽ അമേരിക്ക ഡോളറിന്റെ മേൽ പിടിമുറുക്കും. അങ്ങനെ ഡോളറിന്റെ മേൽ പിടിമുറുക്കിയാൽ പിന്നെ ലോകരാജ്യങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ കഴിയില്ല. ഇതായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോഴുള്ള ലോകക്രമം. എന്നാൽ നരേന്ദ്രമോദി ഇന്ന് വന്നിട്ട് 11 വർഷമാകുന്നു. അദ്ദേഹത്തിന്റെ 75ാം ജന്മദിനമാണ് ഇന്ന്. ആ ദിവസത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. യാദൃശ്ചികമായിരിക്കാം, എങ്കിലും അത് വലിയൊരു അത്ഭുതമാണ്. 75ാം ജന്മദിനത്തിൽ എത്തി നിൽക്കുന്ന നരേന്ദ്രമോദി 11 വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത വിപ്ലവകരമായ പല കാര്യങ്ങളും ഭാരതീയർ ഓർക്കുന്നുണ്ട്. ഹൈവേ ഉണ്ടാക്കി, റെയിൽവേ ഉണ്ടാക്കി, ഇന്ത്യയിലെ 100 കണക്കിന്, അതായത് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ മൻമോഹൻ സിംഗിന്റെ കാലം വരെ ഉണ്ടാക്കിയ വിമാനത്താവളങ്ങളെക്കാൾ കൂടുതൽ വിമാനത്താവളങ്ങൾ കഴിഞ്ഞ 11 വർഷം കൊണ്ട് നരേന്ദ്രമോദി സൃഷ്ടിച്ചു. കണക്ക് പറഞ്ഞാൽ അത് വലിയ കണക്കാണ്, ഞാൻ അതിലേക്കല്ല പോകുന്നത്. അദ്ദേഹം ഭാരതത്തിന് പുറത്ത് നടത്തിയതായ ചില നീക്കങ്ങൾ ലോക ഘടനയെ മാറ്റിമറിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് അമേരിക്കൻ ഡോളറിനെ വെല്ലുവിളിക്കുക എന്നുള്ളത്. അതായത് അമേരിക്കയുടെ ഡോളർ ഇല്ലെങ്കിലും കച്ചവടം നടത്താൻ സാധിക്കും എന്ന് ലോകത്തെ കാണിച്ചു കൊടുത്ത ലോക നേതാവാണ് നരേന്ദ്രമോദി. അദ്ദേഹം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു. അപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ അമേരിക്കൻ ഡോളർ അല്ല കൊടുക്കുന്നത്, റഷ്യൻ റൂബിളും അല്ല കൊടുക്കുന്നത്, ഇന്ത്യൻ രൂപയാണ്. ആ ഇന്ത്യൻ രൂപ വാങ്ങിയിട്ട് റഷ്യ ലോക മാർക്കറ്റിന്റെ നേർപകുതി വിലയ്ക്ക് ഇന്ത്യയിലേക്ക് എണ്ണ തരാൻ തയ്യാറായി. അപ്പോൾ അമേരിക്ക ഭീഷണിപ്പെടുത്തി, നിങ്ങൾ അവിടെ നിന്ന് എണ്ണ വാങ്ങി അവർക്ക് കൊടുക്കുന്ന പണം കൊണ്ട് അവർ ആയുധം മേടിച്ച് യുക്രൈനെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട്, ഇത് നിങ്ങൾ ഓർക്കണം എന്നൊക്കെ പറഞ്ഞൊന്ന് ഭീഷണിപ്പെടുത്തി. നരേന്ദ്രമോദി മൈൻഡ് ചെയ്തില്ല. നമ്മള് റഷ്യക്ക് മാത്രമല്ല സഹായം ചെയ്യുന്നത്, ഉക്രൈനും സഹായം ചെയ്യുന്നുണ്ട്. റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ശുദ്ധീകരിച്ച് ഡീസലാക്കി മാറ്റി ആ ഡീസൽ യുക്രൈനിലേക്ക് കയറ്റുമതി ചെയ്ത് ഉക്രൈനിലെ ടാങ്കുകൾക്കും വിമാനങ്ങൾക്കും വരെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് അതിന്റെ മറുവശമാണ്. ഇതറിയാവുന്നത് കൊണ്ടാണ് മോദി അതിനൊന്നും മൈൻഡ് ചെയ്യാതിരുന്നത്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വരെ യൂറോപ്പുകാരും അമേരിക്കക്കാരും നടത്തിയ കച്ചവട തന്ത്രം അതിനേക്കാൾ ഭംഗിയായിട്ട് തിരിച്ചങ്ങ് വെച്ചു കൊടുത്തു. മാർവാടികളുടെ ഒരു പിന്തുണയും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് സഹിക്ക വയ്യാതെയാണ് ഇന്ത്യൻ ബ്രാഹ്മണർ റഷ്യൻ എണ്ണ വിറ്റ് ലാഭമുണ്ടാക്കുന്നത് എന്നൊക്കെ അമേരിക്കക്കാരൻ പെറുപിറുക്കേണ്ടി വന്നത്. സത്യമാണ്, ഇന്ത്യയിലെ തലയുള്ളവരുണ്ട്. അതുകൊണ്ട് ആഗോള വ്യാപാരത്തിൽ അമേരിക്കയെ അങ്ങോട്ട് മാറ്റി നിർത്തി അമേരിക്കയുടെ ഡോളറിനെ എടുത്ത് മാറ്റി വെച്ചിട്ട് സ്വന്തം രൂപ കൊടുത്ത് കച്ചവടം തുടങ്ങി. ഇതേ സമയം മറ്റൊരു വലിയ വിപ്ലവം കൂടി നടന്നു. അതാണ് ആയുധ കച്ചവടം. ആഗോള ആയുധ കച്ചവടത്തിന്റെ കുത്തക ലോക പോലീസായ അമേരിക്കയ്ക്ക് തന്നെ ആയിരുന്നു.
അപ്പോൾ ലോകരാജ്യങ്ങളൊക്കെ ആയുധം മേടിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് പോകുന്നു. അമേരിക്കയുടെ ബോംബ് മേടിക്കുന്നു, പാറ്റൻ ടാങ്ക് മേടിക്കുന്നു, ഹെലികോപ്റ്റർ മേടിക്കുന്നു, ഫൈറ്റർ ജെറ്റ് മേടിക്കുന്നു, മിസൈൽ മേടിക്കുന്നു, റഡാർ മേടിക്കുന്നു, എല്ലാം അമേരിക്കനാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഫ്രാൻസ് ഈ കാര്യം ഡെവലപ്പ് ചെയ്തു. പിന്നെ ഫ്രാൻസിന്റെ ഉപകരണങ്ങളായി. മറുവശത്ത് റഷ്യയുണ്ട്. നമ്മൾ ആദ്യകാലം മുതൽ തന്നെ കൂടുതലായിട്ടും ആശ്രയിച്ചിരുന്നത് റഷ്യയാണ്. റഷ്യൻ ആയുധങ്ങളാണ് ഇന്ത്യ കൂടുതലായിട്ടും വാങ്ങിച്ചിരുന്നത്. അതിന്റെ കാരണം അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല, ചതിയൻ രാജ്യമാണ് ചൈനയെ പോലെ. പക്ഷെ റഷ്യ എന്ന് പറയുന്ന ഒരുവിധം സംസ്കാരമുള്ള രാജ്യമാണ്. അതുകൊണ്ട് ഒരു മാനം മര്യാദയോടുകൂടി കച്ചവടം നടത്താൻ അറിയുന്ന രാജ്യമായതുകൊണ്ട് നമ്മൾ റഷ്യയുമായിട്ടാണ് ആദ്യകാലം മുതൽ ബന്ധപ്പെട്ടത്. ഇന്നും അത് അങ്ങനെ തന്നെ തുടരുകയാണ്. പക്ഷെ നരേന്ദ്രമോദി വന്നപ്പോൾ റഷ്യയോടുള്ള ബന്ധം ഉപേക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, കുറെ കൂടി ശക്തമാക്കി. അതോടൊപ്പം നമ്മുടെ ഖജനാവിനെ ചോർത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിരോധ ഉപകരണങ്ങളുടെ വാങ്ങൽ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി ആത്മനിർഭർ ഭാരതിന്റെയും മെയ്ക്ക് ഇൻ ഇന്ത്യയുടെയും ഭാഗമായി ഇന്ത്യയിലെ സ്വകാര്യ കമ്പനികൾക്കടക്കം ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള ലൈസൻസ് കൊടുത്തുകൊണ്ട് ആയുധ നിർമ്മാണ മേഖലയിൽ DRDO, ഗവൺമെന്റിന്റെ ആയുധ നിർമ്മാണ സംരംഭവും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടുള്ള DRDOയും നമ്മുടെ ആയുധ നിർമ്മാണ ഫാക്ടറികളും ഉൾപ്പെടെ ഒരു വലിയ കുതിച്ചുചാട്ടമുണ്ടായി. ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഏതാണ്ട് 20 മുതൽ 40 വരെ കമ്പനികൾ ആയുധവും ആയുധത്തിന്റെ പാർട്സുകളും നിർമ്മിക്കുന്നുണ്ട്. ഈ ഇന്ത്യ പാകിസ്ഥാൻ ഈ കഴിഞ്ഞ ദിവസം നടന്ന യുദ്ധങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഈ കുറ്റം പറയുന്ന അദാനിയുടെയും അംബാനിയുടെയും റിലയൻസിന്റെയും ഒക്കെ ആയുധങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പാകിസ്ഥാനെ അടിച്ച് നിരപ്പാക്കിയത്. ഇതൊന്നും ഇവിടെ ചർച്ചയാകുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ സത്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു ലേഖനം ഒരു ദിനപത്രത്തിൽ എഴുതുകയും ചെയ്തു. അപ്പോൾ അതിൽ ഞാൻ വിശദീകരിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ചുരുക്കി പറഞ്ഞാൽ, ഇന്ന് നമ്മൾ ആയുധം മേടിക്കാൻ വേണ്ടി വിദേശത്തേക്ക് ഒഴുക്കിയിരുന്ന പണത്തിന്റെ 40% ലാഭിച്ചിരിക്കുന്നു. അത്രയും പണം ഇന്ന് ഇന്ത്യക്ക് അകത്ത് തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇത് എന്ന് മാത്രമല്ല, നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് പാകിസ്ഥാനിലെ കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങൾ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയ ബ്രഹ്മോസ് മിസൈൽ അമേരിക്കയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, ചൈനയ്ക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. റഷ്യയുടെ പ്രതിരോധ സംവിധാനമായിട്ടുള്ള S-400 എന്ന് പറയുന്ന സാധനം ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ അതിന് സുദർശന ചക്ര എന്ന് പറയുന്ന പുതിയ പേരിട്ടു. വെറുതെ പേരിട്ടതല്ല. ഈ 400 മിസൈലുകളെ ഒരേ സമയം പ്രതിരോധിക്കാൻ കഴിയുന്ന S-400 എന്ന് പറയുന്ന റഷ്യൻ പ്രതിരോധ സംവിധാനത്തിനെ കുറെ കൂടി പരിഷ്കരിച്ച് നമ്മൾ ഇവിടെ ഉപയോഗിച്ചപ്പോൾ അതിന്റെ പരാജയ നിരക്ക് 0 ആയി മാറി. എന്ന് പറഞ്ഞാൽ ഒരു മിസൈലിന് പോലും ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നു വരാൻ കഴിയാത്ത വിധം ആകാശത്ത് വെച്ച് അതിനെ തകർത്ത് തരിപ്പണമാക്കുന്ന തരത്തിൽ നമ്മുടെ സുദർശന ചക്ര പ്രവർത്തിച്ചതോടെ സുദർശന ചക്രയ്ക്ക് മുമ്പിൽ തോറ്റ് പിന്മടങ്ങേണ്ടി വന്നു അമേരിക്കയുടെയും ചൈനയുടെയും മിസൈലുകൾക്ക്. ഇതൊക്കെ ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ നേരിട്ട് കണ്ട വസ്തുതയാണ്. ഏതായാലും അതോടുകൂടി ലോകത്തെ 36 രാജ്യങ്ങൾ അമേരിക്കയോട് ഉണ്ടാക്കിയിരുന്ന ആയുധ വ്യാപാര കരാർ റദ്ദ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ പുതിയ കരാറുകൾ സൃഷ്ടിച്ചു. ഈ കരാറുകളിലും നമുക്ക് വൻതോതിൽ വിദേശ നാണ്യം കിട്ടുകയുണ്ടായി. ഇതിനിടയ്ക്ക് രസകരമായിട്ടൊരു കാര്യം പറയട്ടെ, അമേരിക്കയും ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങളും ആയുധത്തിന്റെ പാർട്സുകളും മേടിക്കുന്നുണ്ട്. അപ്പോൾ ഈ വലിയ വീമ്പ് പറയുന്ന വലിയേട്ടനായിട്ടുള്ള അമേരിക്ക പോലും ഇന്ന് ഇന്ത്യയാണ് ആശ്രയിക്കുന്നത്. ഒരുപക്ഷെ ഇതൊക്കെ കേട്ടാൽ നമ്മുടെ മലയാളികൾ വിശ്വസിക്കുമെന്ന് പോലും അറിയില്ല. എങ്കിലും ഞാനൊരു കാര്യം പറയാം. ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ രംഗത്ത് നമ്മുടെ PSLV ഒക്കെ വളരെയേറെ നമുക്ക് അഭിമാനകരമാണ്. ആ PSLV റോക്കറ്റില് 104 ഉപഗ്രഹങ്ങളെ ഒരിക്കൽ നമ്മൾ ഒന്നിച്ച് വിക്ഷേപിച്ചുകൊണ്ട് ലോക റെക്കോർഡ് ഇടുകയുണ്ടായി. എന്നാൽ മലയാള മാധ്യമങ്ങൾ അധികം ഹൈലൈറ്റ് ചെയ്യാത്ത ഒരു കാര്യമുണ്ട്. ഈ 104 ഉപഗ്രഹങ്ങൾ ഒറ്റ റോക്കറ്റിൽ നമ്മൾ വിക്ഷേപിച്ചപ്പോൾ അതിലെ 96 ഉപഗ്രഹങ്ങളും അമേരിക്കയുടേതായിരുന്നു. അമേരിക്കയിൽ പണച്ചെലവ് കൂടുതലായതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇന്ത്യയുടെ PSLV ഉപയോഗിച്ചാണ് അമേരിക്കയിലെ 96 ഉപഗ്രഹങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വിക്ഷേപിച്ചത്. മാത്രമല്ല, നാളിതുവരെയുള്ള ചരിത്രത്തിൽ നമ്മൾ വിക്ഷേപിച്ച 401 ഉപഗ്രഹങ്ങളിൽ 236 എണ്ണവും അമേരിക്കയുടേതാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ത്യ സ്വന്തമായിരിക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്, നമ്മുടെ ആവശ്യമല്ല. അപ്പോൾ നമ്മളുടെ ഒരു ധാരണ, നമ്മുടെ കയറ്റുമതി മുഴുവൻ അമേരിക്കയിലേക്ക് കൊടുത്തില്ല എങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും എന്നാണ്. ഞാൻ അതിന്റെ ഒരു വസ്തുത കൂടി പറയാം. ആ കണക്കുകൾ വളരെ രസകരമാണ്, ഒപ്പം തന്നെ ചിന്തോദ്ദീപകമാണ്. അമേരിക്കൻ ജനസംഖ്യയിലെ
17 കോടി ആൾക്കാർ മാത്രമാണ് പർച്ചേസിംഗ് പവർ ഉള്ള മധ്യവർഗക്കാർ. 17 കോടി. എന്നാൽ ഇന്ത്യയില് ഇത് എത്ര കോടി ഉണ്ടെന്ന് അറിയുമ്പോഴാണ് നമ്മൾ ഞെട്ടേണ്ടത്. ഇന്ത്യയിലെ മധ്യവർഗം 40 മുതൽ 50 കോടി വരെയാണ്. അമേരിക്കയിൽ 17 കോടി മധ്യവർഗക്കാരേ ഉള്ളൂ. ഇന്ത്യയിൽ 40 മുതൽ 50 കോടി വരെയുണ്ട്. എന്താണ് ഈ മധ്യവർഗം എന്ന് പറയുന്നത്? അതായത് ഇന്ത്യൻ രൂപയുടെ നിരക്കിൽ പറയുകയാണെങ്കിൽ ഒരു വർഷം ഏതാണ്ട് 12 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ മാസം 1 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന കുടുംബങ്ങളെയാണ് മധ്യവർഗ കുടുംബങ്ങൾ എന്ന് പറയുന്നത്. അത്തരം മധ്യവർഗ കുടുംബങ്ങൾ ഇന്ത്യയിൽ 40 ലക്ഷം മുതൽ 50 ലക്ഷം വരെയുണ്ട്. 40 കോടി മുതൽ 50 കോടി വരെയുണ്ട്. അമേരിക്കയിൽ അത് 17 കോടിയേ ഉള്ളൂ. അപ്പൊ അമേരിക്ക വലിയൊരു മാർക്കറ്റ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ എത്ര വലിയ മാർക്കറ്റ് ആണെന്ന് ആരും പറയാറില്ല. ഇതേപോലെ ചൈനയില് മധ്യവർഗക്കാരെന്ന് പറയുന്ന 50 കോടി മുതൽ 60 കോടി വരെയുണ്ട്. റഷ്യയിലേക്ക് പോയാൽ റഷ്യയിലെ 7 കോടിയാണ്. ജപ്പാനിൽ 11 കോടിയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ അമേരിക്കയെ നമ്മൾ ആശ്രയിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് ബുദ്ധിപരമായിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. കിറ്റെക്സ് സാബു ഈ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കിറ്റെക്സ് സാബുവിന്റെ മുഴുവൻ ഉൽപ്പന്നങ്ങളും അമേരിക്കയിലേക്കാണ് കയറ്റുമതി ചെയ്തിരുന്നത്. ആ സമയത്താണ് അമേരിക്ക 100%, 200% ഒക്കെ താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ നിരോധിക്കാൻ ശ്രമിച്ചത്. അപ്പൊ പലരും ചോദിച്ചു കിറ്റെക്സ് സാബു എന്ത് ചെയ്യും? അപ്പൊ കിറ്റെക്സ് സാബു പറഞ്ഞു, എനിക്ക് ഒരു നിർബന്ധവും അമേരിക്ക കൊടുക്കണമെന്ന്. അമേരിക്കയിൽ കൊടുക്കുന്ന സാധനം അതേ വിലയ്ക്ക് വാങ്ങാൻ ഇന്ത്യയിൽ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാനത് ഇന്ത്യൻ മാർക്കറ്റിൽ വിൽക്കാൻ പോവാണ്. ചുരുക്കി പറഞ്ഞാൽ എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറയുന്ന അമേരിക്കൻ നിലവാരത്തിൽ നമ്മൾ വിറ്റുകൊണ്ടിരുന്ന സാധനം ഇന്ത്യയിൽ വാങ്ങിക്കാൻ ആളുണ്ട് എന്ന് കിറ്റെക്സ് സാബു തെളിയിച്ചു. അതുകൊണ്ട് അമേരിക്കയുടെ കച്ചവടം കൊട്ടി അടച്ചാൽ പോലും നമുക്കാണ് ലാഭം. ഇനി ഇതിനൊരു മറുവശമുണ്ട്. അമേരിക്കയിലെ മുൻ പ്രസിഡന്റ് ഒബാമയർ അടക്കം അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരടക്കം അവിടുത്തെ സാമ്പത്തിക വിദഗ്ധന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യയെ പിണക്കുന്നത് ബുദ്ധിയല്ല. അതിനവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കക്കാർ കഴിക്കുന്ന മരുന്നിന്റെ 70% ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന മരുന്ന് അമേരിക്കയിൽ എത്തിച്ച് അമേരിക്കക്കാരന്റെ മാർക്കറ്റിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യൻ കമ്പനികൾ. ഇത്രയും കുറഞ്ഞ ചെലവിൽ മരുന്നുണ്ടാക്കി അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന ലോകത്തെ ഒരേ ഒരു രാജ്യം, അതിന് സാങ്കേതിക വിദ്യയുണ്ട്, എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളുമുണ്ട്, അങ്ങനെയുള്ള ഒരേ ഒരു രാജ്യം അത് ഭാരതമാണ് എന്ന് അമേരിക്കയിലുള്ളവർക്ക് അറിയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേറി കളിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഇന്ത്യയിൽ നിന്നുള്ള മരുന്ന് ഇറക്കുമതി അല്ലെങ്കിൽ നമ്മുടെ കയറ്റുമതി നമ്മൾ അങ്ങ് തടയാന്നിരിക്കട്ടെ, അമേരിക്കയ്ക്ക് മരുന്ന് തരുന്നില്ല എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ 30-32 കോടി ജനങ്ങൾക്ക് ആവശ്യമുള്ള മരുന്ന് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയും ലോകത്തിന്ന് നിലനിൽക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു പാരസെറ്റാമോൾ കഴിക്കണമെങ്കിൽ അമേരിക്കക്കാരൻ ഇന്ത്യയുടെ മുമ്പിൽ കെഞ്ചേണ്ടി വരും. ഇത് നമ്മൾ അഹങ്കാരം പറയുന്നതൊന്നുമല്ല. ആധുനിക മരുന്നുകളുടെ ഏറ്റവും വിലക്കുറഞ്ഞതും ഗുണമേന്മയുള്ളതുമായ വൻതോതിലുള്ള ഉൽപാദനം ഇന്ന് ഇന്ത്യയിലാണുള്ളത്. അതുകൊണ്ട് ഇന്ത്യയെ ആശ്രയിച്ച് വേണം അമേരിക്ക കഴിയാൻ. മാത്രമല്ല, ഇന്ത്യയുടെ മറ്റൊരു വലിയ ശക്തി എന്നുള്ളത് നരേന്ദ്രമോദി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്, ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയാണ്, ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയാണ്, ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയാണ്, ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയാണ്, ഏറ്റവും കൂടുതൽ പയറുവർഗ്ഗങ്ങളും മില്ലറ്റും ഉൽപ്പാദിപ്പിക്കുന്നതും ഇന്ത്യയാണ്. ഇനിയുമുണ്ട്, ഈ ലിസ്റ്റ് വളരെ വലുതാണ്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിന്റെ മുഴുവൻ വാതിൽ കൊട്ടിയടച്ചാലും പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. മാത്രമല്ല, ഇന്ന് ഇന്ത്യ മറ്റ് പല രാജ്യങ്ങളിലേക്കും ഏറ്റവും കൂടുതൽ അരി, ഗോതമ്പ് ഇതൊക്കെ കയറ്റി അയക്കുന്നുണ്ട്. ഇപ്പൊ തൈവാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് ഏറ്റവും കൂടുതൽ അരി കയറ്റി അയക്കുന്നത് ഇന്ത്യയാണ്. ഞാൻ ആ ലിസ്റ്റും വലുതായിട്ട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അമേരിക്കയുടെ ലോക പോലീസ് കളി ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? 4 ദിവസം നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ചു ട്രംപ്. നരേന്ദ്രമോദി ഫോൺ എടുത്തില്ല. കാരണം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കാൻ മാത്രമുള്ള കരുത്ത്, അത് തുടർച്ചയായി 4 ദിവസം ഫോൺ എടുക്കാതിരിക്കാനുള്ള കരുത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഉണ്ട്. മാത്രമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മാത്രമേ അതുള്ളൂ. കാരണം ഇന്ത്യ അത്രയും ഉയരങ്ങളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അമേരിക്കയുടെ സാമ്പത്തിക ശേഷിയെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ സാമ്പത്തിക ശേഷിയെക്കുറിച്ചും പലരും പറയുമ്പോൾ നമ്മൾ അതിന്റെ ഒരു മറുവശം കൂടി ചിന്തിക്കണം. അവരൊക്കെ 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളിലും കോളനി വൽക്കരണത്തിലും നേടിയെടുത്ത് കൊള്ളയടിച്ച് കൊണ്ടുപോയി വെച്ച പണം കൊണ്ടാണ് ജീവിക്കുന്നത്. അവർ കെട്ടിപ്പടുത്തിരിക്കുന്ന ബിസിനസ്, വ്യവസായ സാമ്രാജ്യങ്ങളെല്ലാം തന്നെ ലോകരാജ്യങ്ങളെ കൊള്ളയടിച്ചുണ്ടാക്കിയ സമ്പത്താണ്. പക്ഷെ ഭാരതം ഉണ്ടാക്കിയ സമ്പത്ത് ആരെയും കൊള്ളയടിച്ചതല്ല.
കോളനി രാജ്യങ്ങൾ ഉണ്ടാക്കി ചൂഷണം ചെയ്തതല്ല. സ്വന്തം ബിസിനസിന്റെയും ഇൻഡസ്ട്രിയുടെയും കൃഷിയുടെയും IT മേഖലയുടെയും മുകളിൽ ഇന്ത്യ സ്വയം ആർജിച്ചെടുത്ത സമ്പത്താണ് ഇന്ത്യയുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് ഈ സമ്പത്തിനെ ആഗോളതലത്തിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ലോകത്ത് ആരോടും ചോദിക്കാതെ ഇന്ത്യക്ക് വളരെ ഭംഗിയായി അറിയാം. ഇവിടെയാണ് ഇപ്പം അമേരിക്ക മുട്ടുമടക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ചർച്ചയ്ക്ക് വേണ്ടി അമേരിക്കയിലെ ഉദ്യോഗസ്ഥന്മാരും ഉന്നത നേതാക്കന്മാരും ഇപ്പൊ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയെ പിണക്കിയാൽ അമേരിക്കയുടെ ഭാവി ശോഭനമായിരിക്കില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്കുള്ള സമ്പദ് വ്യവസ്ഥയായി ഭാരതം മാറിയിരിക്കുന്നു. നമുക്കിന്ന് വ്യക്തമായിട്ട് അറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ 7.8. നമ്മൾ പ്രതീക്ഷിച്ചത് 6.5 പക്ഷെ ഇപ്പോൾ ഉള്ളത് 7.8. മറ്റു രാജ്യങ്ങളുടെ ഒക്കെ അവസ്ഥ എന്താണ്? പല രാജ്യങ്ങൾ, ഇപ്പൊ ജർമ്മനി അടക്കം, ബ്രിട്ടൻ അടക്കം പല രാജ്യങ്ങളും മൈനസാണ്. വളർച്ചാ നിരക്ക് 0ക്ക് താഴെയാണ്. ചൈനയാണെങ്കിൽ 2.2% നിൽക്കുകയാണ്. ചൈന 2% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുമ്പോഴാണ്, അമേരിക്ക 2.4% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുമ്പോഴാണ് ഇന്ത്യ 7.8. ചുരുക്കി പറഞ്ഞാൽ നാടൻ ഭാഷയെ പറയുമല്ലോ, പിടിച്ചാൽ കിട്ടില്ല, ഒരു രക്ഷയില്ല എന്നുള്ള മട്ടിലാണ് ഇന്ത്യയുടെ പോക്ക്. കാരണം ഇന്ത്യക്ക് സ്വന്തമായ കരുത്തുണ്ട്, സ്വന്തമായ പോപ്പുലേഷൻ ഉണ്ട്, അവർക്ക് പർച്ചേസിംഗ് പവർ ഉണ്ട്, സാങ്കേതിക വിദ്യയുണ്ട്, ആയുധ ശക്തിയുണ്ട്, അന്താരാഷ്ട്ര രംഗത്ത് ആരുടെ മുമ്പിലും മുട്ടുമടക്കാത്ത തലയുയർത്തി നിൽക്കാനുള്ള തന്റെ ഇടവുമുണ്ട്, തന്റെ ഇടമുള്ള നേതാവുണ്ട്, നരേന്ദ്രമോദിയുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോ ലോക രാജ്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഭാരതത്തോട് അടുക്കുക. ഇപ്പൊ റഷ്യ ഭാരതത്തോട് അടുക്കുകയാണ്, ചൈന ഭാരതവുമായിട്ടൊരു കോംപ്രമൈസ് കൊണ്ടിട്ട് നമുക്കൊന്ന് ചിന്തിക്കണം അമേരിക്കക്കെതിരെ എന്നുള്ള സ്റ്റാൻഡിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്താണ്, ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങളെ കുറിച്ച് രണ്ടുപേരും മിണ്ടുന്നില്ലല്ലോ. ഇപ്പോൾ ചൈനയോട് ആരോ കുത്തി ചോദിച്ചു, നിങ്ങൾ ഈ അതിർത്തി തർക്കം ഉള്ളപ്പോഴും ഇന്ത്യയോട് കൂട്ടുകൂടാൻ പോവുകയാണോ? ചൈന കൊടുത്ത മറുപടി ഇതാണ്, തർക്കങ്ങളും കാര്യങ്ങളും ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ അറിയാം, പക്ഷെ ഇപ്പോൾ ഇത് ബിസിനസിന്റെയും വ്യവസായത്തിന്റെയും മേഖലയിൽ അമേരിക്കയുടെ കടന്നാക്രമത്തെ ചെറുക്കണമെങ്കിൽ ഭാരതമല്ലാതെ മറ്റൊരു ശക്തിക്ക് കഴിയില്ല. കൃത്യമായ മറുപടിയാണ് ചൈന കൊടുത്തത്. ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ തീരുവ യുദ്ധത്തിൽ പൊറുതിമുട്ടിയ രാജ്യമാണ്. ആ ജപ്പാൻ ഇപ്പൊ ഇന്ത്യയോട് ചേരുകയാണ്. അപ്പോൾ ജപ്പാനും ചൈനയും റഷ്യയും ബ്രസീലും അടക്കമുള്ള പല ലോകരാഷ്ട്രങ്ങളും ഭാരതത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് അമേരിക്കയെ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ ഈ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം നമ്മൾ കണ്ട ഒരു കാഴ്ചയുണ്ട്. ലോകം 2 ചേരികളായി മാറി. അമേരിക്കൻ ചേരി, റഷ്യൻ ചേരി, അതായത് കമ്മ്യൂണിസ്റ്റ് ചേരിയും മുതലാളിത്ത ചേരിയും. അന്ന് 3ാം ലോക ചേരി കൊണ്ടുവന്ന വ്യക്തിയാണ് നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യ ചേരി ചേരാൻ നയം രൂപീകരിക്കുന്നു. 2 ചേരിയിലും ചേരാതെ നിൽക്കുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ സംവിധാനം ഉണ്ടാക്കി. അതുണ്ടാക്കാനുള്ള പശ്ചാത്തലവും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഇപ്പൊ റഷ്യൻ ചേരിയിലാണെങ്കിലും അമേരിക്കൻ ചേരിയിലാണെങ്കിലും ചേർന്ന രാജ്യങ്ങളൊക്കെ സമ്പന്ന രാജ്യങ്ങളോ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളോ ആയിരുന്നു. പക്ഷേ സമ്പന്ന രാജ്യങ്ങളുമല്ല, കമ്മ്യൂണിസ്റ്റ് രാജ്യവുമല്ല, എന്നാൽ ദരിദ്ര രാജ്യങ്ങളായിരുന്ന ആൾക്കാരെ ആർക്കും വേണ്ട. അതുകൊണ്ടാണ് അമേരിക്കൻ ചേരിയിൽ ഈ പറഞ്ഞ പാവപ്പെട്ട രാജ്യങ്ങൾ പോവാതിരുന്നത്, റഷ്യൻ ചേരിയിലേക്ക് പോവാതിരുന്നത്. ഈ പാവപ്പെട്ട രാജ്യങ്ങൾക്ക് ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ഇന്ത്യ എന്ന നേതാവ്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള അന്നത്തെ 2ാമത്തെ രാജ്യം, ഇന്ന് നമ്മൾ 1ാമതാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ചേരി ചേരാ നയം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു 3ാം മുന്നണി നമ്മൾ ഉണ്ടാക്കി. പക്ഷെ കാലാന്തരത്തിൽ ആ 3ാം മുന്നണി ഇല്ലാതാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് സോവിയറ്റ് യൂണിയൻ തകർന്നു, 2ാം മുന്നണി ഇല്ലാതായി, അമേരിക്ക ഒരൊറ്റ മുന്നണി നേതാവ് എന്ന നിലയിൽ നിൽക്കുകയാണ്. ഈ അവസരത്തിലാണ് ഈ പറയുന്ന സാഹചര്യങ്ങളും സംഭവവികാസങ്ങളും എല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നത്. അവിടെയാണ് നരേന്ദ്രമോദി എന്ന നേതാവ് പുതിയ ഒരു ചേരിക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇതൊരു 3ാം ശക്തിയല്ല, മോദിയുടെ നേതൃത്വത്തിൽ അമേരിക്കക്കെതിരെ 1ാം ശക്തിയായി ലോകക്രമത്തിൽ പുതിയ ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. വരാൻ പോകുന്നു എന്നല്ല, സംഭവിച്ചിരിക്കുന്നു. അവിടെ ഇന്ത്യയോടൊപ്പം നിൽക്കാൻ റഷ്യയുണ്ട്, ചൈനയുണ്ട്, ജപ്പാനുണ്ട്, ബ്രസീലുണ്ട്, സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ ലോകരാജ്യക്രമത്തിൽ ഇന്ന് അമേരിക്കയ്ക്ക് ബദലായി അമേരിക്കയേക്കാൾ വലിയ ഒരു ശാക്തിക ചേരി രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ്. രൂപപ്പെട്ട് കഴിഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാം പൂർത്തിയായി എന്നുള്ള അവകാശവാദവും ഞാൻ മുന്നോട്ട് വെക്കുന്നില്ല. പക്ഷേ ഒരു വലിയ മുന്നണി രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ രൂപീകരണ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന കരുത്തരായ ഒരു നേതാവ് നരേന്ദ്രമോദിയാണ്. അപ്പോഴാണ് ഇവിടെ ചില ആൾക്കാർ നരേന്ദ്രമോദിക്ക് 75 വയസ്സായല്ലോ, ഇന്ന് റിട്ടയർ ചെയ്യുവോ നാളെ റിട്ടയർ ചെയ്യുവോ എന്നൊക്കെ ചോദിക്കുന്നത്. RSSന്റെ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രതികരണമുണ്ട്. അതിൽ പറയുന്നത് അടുത്ത 9 കൊല്ലം കൂടി നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരും എന്ന് തന്നെയാണ്.
എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പായി, അടുത്ത 2 തവണ കൂടി നരേന്ദ്രമോദി തന്നെ വരും. അത് വരേണ്ടത് രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ആവശ്യമാണ്. അങ്ങനെ വന്നാൽ പിന്നീട് ലോകക്രമം നിയന്ത്രിക്കുന്ന ഭാരതം എന്ന് പറയേണ്ടി വരും. അതായത് നമ്മൾ ആയുധം കൊണ്ടല്ല, രാഷ്ട്രീയം കൊണ്ടല്ല, പണം കൊടുത്തിട്ടല്ല, മതം മാറ്റിയിട്ടല്ല, ചതിപ്രയോഗങ്ങളിലൂടെയുമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളോടും എല്ലാ മതങ്ങളോടും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളോടും തികഞ്ഞ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഭാരതത്തിന്റെ തനതായിട്ടുള്ള സാംസ്കാരിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിച്ച് ലോകരാജ്യങ്ങൾക്ക് പ്രിയങ്കരനായ ഒരു നേതാവ് എന്നുള്ള നിലയിലേക്ക് ഭാരതം എന്ന രാജ്യം ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ആർക്കും അത്ര ഇഷ്ടപ്പെടുന്നില്ല. കാരണം നമുക്കറിയാം, ലോക പോലീസിന് ബദലൊരു പോലീസ് ആരും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഡീപ് സ്റ്റേറ്റ് സംവിധാനങ്ങൾ അമേരിക്ക വൻതോതിൽ ഫണ്ട് ചെയ്തുകൊണ്ട് നമ്മുടെ പപ്പുവിനെയൊക്കെ ഇറക്കി കളിക്കുന്നത്. പക്ഷെ പപ്പു എത്ര കളിച്ചാലും, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ ഗതി എന്നുള്ള മട്ടിൽ ഇപ്പോ ബീഹാറിൽ പോയി, ഇപ്പൊ മറിച്ചിടുമെന്നെല്ലാം പറഞ്ഞു. അവസാനം ചെവിയെ പിടിച്ച് തൂക്കി എറിഞ്ഞു അവിടുത്തെ RJD. ഇപ്പൊ ഒരു സീറ്റും പോലും കിട്ടാതെ വിദേശത്തേക്ക് വിട്ടിരിക്കുകയാണ്. വട്ടായി കഴിയുമ്പോൾ ഇയാൾ പട്ടായക്ക് പോകുമെന്നാ പറയുന്നത്. അങ്ങനെ എവിടെയോ പോയി കിടക്കുക. അപ്പോ ഇതാണ് ഈ പപ്പുവിന്റെ അവസ്ഥ, ഇതാണ് ഡീപ് സ്റ്റേറ്റിന്റെ അവസ്ഥ. അതുകൊണ്ട് ഡീപ് സ്റ്റേറ്റ് ഇങ്ങോട്ട് വന്നാലും മറിച്ചിടാൻ കഴിയാത്ത പ്രതിരോധത്തിലാണ് ഇന്ന് ഭാരതം നിൽക്കുന്നത്. പല രാജ്യങ്ങളിലും പല അട്ടിമറികളും ഉണ്ടായി. പക്ഷേ ഭാരതത്തെ ഈ അട്ടിമറികളിലൂടെ തകർക്കാൻ കഴിയില്ല. കാരണം ലോകമെമ്പാടും പരന്നു കിടക്കുന്ന ഭാരതത്തിന്റെ ബുദ്ധിജീവികൾ, വ്യവസായികൾ, ബിസിനസ്സുകാർ, പ്രൊഫഷണലുകൾ, അതുപോലെ തന്നെ സ്റ്റുഡൻസ്, വർക്കിംഗ് ഫോഴ്സ്, ഇവരെല്ലാം തന്നെ ശക്തനായ ഒരു നേതാവിന്റെ കീഴിൽ ലോകമെമ്പാടും ഒന്നിക്കാൻ കഴിയുന്ന ഒരു വികാരം ഇപ്പോൾ ഉണ്ട്. ആ വൈകാരികമായ ഐക്യം സൃഷ്ടിച്ചെടുക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് നരേന്ദ്രമോദിയെ അട്ടിമറിക്കാനുള്ള ഒരു ഡീപ് സ്റ്റേറ്റും പ്രവർത്തിക്കാൻ പോകുന്നില്ല. പിന്നെ ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്, ഞാനത് തുറന്നു പറയാം. ഏതെങ്കിലും ഒരു രാജ്യത്ത്, ഇപ്പൊ ബ്രിട്ടനിൽ വലിയ കലാപം നടക്കുന്നു, ഫ്രാൻസിൽ കലാപം നടക്കുന്നു, യൂറോപ്യൻ രാജ്യങ്ങൾ കത്തിയെരിയുന്നു. അത് കണ്ടുകൊണ്ട് ഇവിടെ ഇന്ത്യക്ക് തീവെക്കാമെന്ന് വെച്ച് കരുതി ആരെങ്കിലും വന്നാൽ അതിനെ നേരിടാൻ പോകുന്നത് ഇന്ത്യൻ പട്ടാളമാണ് എന്ന് നിങ്ങൾ കരുതണ്ട. പട്ടാളത്തിന് അംഗസംഖ്യ ഇത്രയേ ഉള്ളൂ, പട്ടാളത്തിന്റെ കയ്യിലെ ആയുധങ്ങൾ ഇത്രയേ ഉള്ളൂ. പക്ഷെ ലോകത്ത് ഒരു രാജ്യത്തും ഇല്ലാത്തൊരു പട്ടാളം ഇന്ത്യയിലുണ്ട്. അതിന്റെ പേരാണ് RSS. ഇന്ത്യയിലെ ഓരോ മുക്കിലും മൂലയിലും, ഓരോ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും, എല്ലാ ഓഫീസുകളിലും ഇനി ഇന്ത്യ അട്ടിമറിക്കാൻ വരുന്ന ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വരെ ചിലപ്പോൾ RSSന്റെ ആൾക്കാർ കാണും. സമയമാകുമ്പോഴേ അറിയുള്ളൂ. അതായത് ഇന്ത്യയോട് പണിയാൻ വരുന്നവന്റെ പണിശാലയിൽ ഇരുന്നു കൊണ്ട് അവന്റെ ആയുധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്, അവന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതും ഒരുപക്ഷെ ഇവരൊന്നും പ്രതീക്ഷിക്കാത്ത ചില കക്ഷികളായിരിക്കും. എന്ന് പറഞ്ഞാൽ ശത്രുവിനെ അവന്റെ മടയിൽ കയറി പിടിക്കാൻ മാത്രം കരുത്തുള്ള, പട്ടാളമല്ലാത്ത, ഭരണകൂടമല്ലാത്ത, മതമല്ലാത്ത, ഭീകരപ്രസ്ഥാനമല്ലാത്ത ദേശസ്നേഹികളുടെ ഒരു നിര ലോകത്തെ എല്ലാ മുക്കിലും മൂലയിലും വിന്യസിക്കാൻ കഴിവുള്ള ലോകത്തെ ഒരേ ഒരു പ്രസ്ഥാനമുണ്ടല്ലോ, അതിന്റെ പേരാണ് RSS. ആ RSSന്റെ പ്രചാരകനാണ് ഇന്ന് 75ാമത്തെ വയസ്സിൽ ലോക നേതാവായിട്ട് ഇരുന്നു കൊണ്ട് ഭാരതം ഭരിക്കുന്നത് എങ്കിൽ അമേരിക്കയുടെ കാലഘട്ടം അവസാനിച്ചു എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. ഏതായാലും ഇതിലധികം ഒന്നും കൂടുതൽ നമുക്ക് ഒരുപാട് ഈ സബ്ജക്ട്സ് കേട്ടിരിക്കുന്ന ഒരുപാട് രസകരമായുള്ള സബ്ജക്റ്റ് ആണ്. എന്നിരുന്നാലും സാറ് മറ്റൊരു വിഷയത്തിലേക്ക് സാറിന് 10 മണിക്ക് പോവേണ്ടതുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഈ സെഷനോടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മാത്രമല്ല എനിക്ക് ചുമയും ജലദോഷവും കഫക്കെട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് സ്ക്രീനിൽ നിന്ന് മാറിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ സാർ നാളെ നമുക്ക് സാർ ഇന്ന് രാവിലെ പറഞ്ഞ മറ്റൊരു വിഷയം, ആ ഒരു ഗംഭീര വിഷയമായിട്ട് നാളെ മാന്യ പ്രേക്ഷകരിലേക്ക് വരാം. ഇവിടെ കുറെ സുഡാപ്പികൾ കമന്റ് ഇട്ട് മെഴുകുന്നുണ്ട്. അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം തന്റെ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ ഉയർച്ചകളെ പറ്റി പറയുമ്പോൾ അതിൽ ചൊറിച്ചിൽ വരുന്ന ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ. ആ കൂട്ടരുടെ പേര് എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്തായാലും നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാം. ഇത്രയും അഭിമാനകരമായുള്ള ഈ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ഒരു കരടായിട്ട് അതിനെ കൂട്ടുന്നില്ല. എന്തായാലും സാർ ഇത്രയും കാര്യങ്ങൾ ഗംഭീരമായി മാന്യ പ്രേക്ഷകരിലേക്ക് പറഞ്ഞ അങ്ങേക്ക് ഒരുപാട് നന്ദിയുണ്ട്. മാത്രമല്ല നരേന്ദ്രമോദിജിയുടെ 75ാം പിറന്നാൾ ദിനമാണെന്ന് ആകസ്മികമായിട്ടാണ് ഈ വിഷയം ചർച്ചയ്ക്ക് വന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ ധർമ്മപുത്രന് 100 വർഷങ്ങൾ ഇനിയും ജീവിക്കാനാവട്ടെ, ഭാരതത്തെ കാത്തുരക്ഷിച്ചുകൊണ്ട് എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഈ സെഷനോടെ വൈൻഡ് അപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.